ആണവായുധം നിർമ്മിച്ചതിന് തൊട്ടരികിൽ എത്തിയെന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഒരാഴ്ച മുൻപ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ടെൽ അവീവ് ആക്രമണം നടത്തിയത്. പിന്നീടിങ്ങോട്ട് ഓരോ ദിവസവും ഏകപക്ഷീയമായി സൈനിക നീക്കത്തിന് പിന്നിൽ യുഎസ് ആണെന്ന് വ്യക്തമായിക്കൊണ്ടിരുന്നു. നിരുപാധികം കീഴടങ്ങിയില്ലെങ്കിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള ഖമേനിയെ വധിക്കുമെന്ന ഭീഷണിയും ഡൊണാൾഡ് ട്രംപ് നടത്തി. ഇടയ്ക്കിടെ മിഥുനം എന്ന പ്രിയദർശൻ സിനിമയിലെ നെടുമുടി വേണു അവതരിപ്പിച്ച സ്വാമി കഥാപാത്രത്തെ പോലെ അമേരിക്ക ഇപ്പോൾ തേങ്ങ ഉടയ്ക്കും എന്നതിനെ അനുസ്മരിപ്പിക്കും വിധം ടെഹ്റാനെതിരെ ഭീഷണി മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇറാൻ ഭീഷണിക്ക് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, യുഎസ് പ്രസിഡന്റിന് ചുട്ട മറുപടിയും കൊടുത്തു. ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ചരിത്രമറിയാവുന്ന വിവേകമുള്ളവർക്കറിയാം, ആരുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയ ചരിത്രം ഈ രാഷ്ട്രത്തിനില്ല എന്നായിരുന്നു അയതൊള്ള ഖമേനി തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി നൽകിയത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് 2 ആഴ്ചയ്ക്കകം ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതുവരെ ചർച്ചയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാജിയും ചർച്ചയ്ക്കായി വാഷിംഗ്ടണുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ടെഹ്റാൻ അത് നിരസിച്ചു. ഇസ്രയേൽ യുദ്ധം നിർത്താതെ ട്രംപുമായി ഒരു ചർച്ചയ്ക്കുമില്ല. ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും പങ്കാളിയാണ് എന്ന് ബോധ്യപ്പെട്ടുവെന്നാണ് അരഗാജി പ്രതികരിച്ചത്. ഇനി എന്താണ് ഇപ്പോൾ തേങ്ങ ഉടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ട്രംപ് 2 ആഴ്ച എന്ന സമയപരിധി നിശ്ചയിച്ചതിന് പിന്നിൽ? ഇറാൻ ഇസ്രയേൽ യുദ്ധം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിന്റെ കാരണം സിമ്പിളാണെന്ന് വ്യക്തമാകും. കഴിഞ്ഞ 8 ദിവസമായി ടെഹ്റാനെ തുടർച്ചയായി ടെൽ അവീവ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ തിരിച്ചടി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ ഭേദിച്ച് ആക്രമണം നടത്താൻ ടെഹ്റാനും കഴിയുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇറാൻ പ്രത്യാക്രമണം നിലവിലെ രീതിയിൽ തുടർന്നാൽ 2 ആഴ്ച പിന്നിടുമ്പോൾ മിസൈലുകളെ പ്രതിരോധിക്കാൻ ടെൽ അവീവിന് കഴിയാതെ വരും. വിശദമായി പറഞ്ഞാൽ 2 ആഴ്ച ട്രംപ് സമയം നൽകിയ അതേ ദിവസം തന്നെ യുഎസ് അധികൃതരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ആരോ വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾ ഇസ്രായേലിന്റെ ശേഖരത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ റിപ്പോർട്ട്. ആരോ മിസൈലുകൾ ഇസ്രായേലിന്റെ പക്കൽ കുറവാണെന്ന കാര്യം യുഎസിന് അറിയാമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുഎസിൽ നിന്നാണ് ഇസ്രായേലിന് പ്രധാനമായും ആയുധങ്ങൾ ലഭിക്കുന്നത്. യുഎസ് കൂടുതൽ മിസൈലുകൾ നൽകിയില്ലെങ്കിൽ 10-12 ദിവസം, അതായത് കഷ്ടിച്ച് 2 ആഴ്ച കൂടിയേ ഇറാന്റെ മിസൈലുകളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുകയുള്ളൂ എന്ന സാരം. ഇതാണ് ട്രംപിന്റെ 2 ആഴ്ച അൽഗോരിതം എന്നതാണ് വസ്തുത. പ്രതിരോധ മിസൈലുകളുടെ കുറവ് ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ ഇസ്രായേലിന് തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല, പല നഗരങ്ങളും തവിടുപൊടിയാകും. 2 ആഴ്ചയ്ക്കുള്ളിൽ ആക്രമണം കടുപ്പിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എല്ലാം നശിപ്പിക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത്. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്നാണ് വിവരം. എന്നാൽ അതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിച്ച് കീഴടങ്ങാനാണിത് എന്നാണ് വാദം. എന്നാൽ അമേരിക്ക യുദ്ധത്തിൽ ഇടപെടരുതെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകിക്കഴിഞ്ഞു. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയും ഇറാനുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൽ നേരിട്ടിടപെട്ടാൽ ചൈനീസ് റഷ്യൻ ഇടപെടലുകൾക്കും കാരണമാകുമെന്ന് വാഷിംഗ്ടണിന് വ്യക്തമായി അറിയാം. അതിനാൽ 2 ആഴ്ചയ്ക്കിടയിൽ ഭീഷണിപ്പെടുത്തിയോ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ച് ആണവ കേന്ദ്രങ്ങൾ എല്ലാം തകർത്ത് ഇറാനെ നാമാവശേഷമാക്കുകയാണ് ലക്ഷ്യം. അതിനുള്ള ഡെഡ് ലൈനാണ് 2 ആഴ്ച. ഇറാന്റെ ആണവ റിയാക്ടറുകളെയും ആണവ കേന്ദ്രങ്ങളെയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കണം. അത് തകർക്കാൻ പറ്റില്ല. ആയുധങ്ങൾ നിലവിൽ ഇസ്രയേലിന്റെ പക്കലില്ല. അതിനുവേണ്ടി അവരെ സഹായിക്കുന്ന കാര്യം ട്രംപ് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. ഫോർദോ തകർക്കാൻ ഇസ്രായേലിന് യുഎസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബായ GBU-57AB വേണം. അത് നൽകുന്ന കാര്യം പരിഗണിച്ചു വരികയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ കണക്കുകൂട്ടലുകൾ പൂർത്തിയാവും എന്നാണ് ടെൽ അവീവും വാഷിംഗ്ടണും കണക്കുകൂട്ടുന്നത്. അല്ലെങ്കിൽ യുദ്ധചിത്രം മാറുമെന്ന് ഇരുകൂട്ടർക്കും നന്നായി അറിയാം.